നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത ഒരു കാലമാണ് തണുപ്പ് കാലം. ഇന്ന് നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയൊക്കെ പലപ്പോഴും കാനഡയിലേക്കും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറി എത്തിയിട്ടുള്ളത് കൊണ്ട് കുറേയൊക്കെ മനസ്സിലാകും. കാനഡയിലേക്ക് പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിതീവ്രമായ തണുപ്പുള്ളൊരു സ്ഥലമാണ്. മഞ്ഞുകാലം എത്തുമ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതൊരു വലിയ പേടി സ്വപ്നമാണ്. കാരണം സാധാരണ ദൈനംദിന ജീവിതം എല്ലാം സ്തംഭിക്കും. രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റാൽ പല്ല് തേച്ച് കുളിച്ച് കുട്ടപ്പനായി ജോലിക്കങ്ങ് പോകാൻ പറ്റില്ല. കുറച്ചേറെ ജോലിയുണ്ട്. പലരുടെയും വീടിൻ്റെ മുറ്റവും എന്തിനേറെ വാഹനങ്ങൾ പോലും മഞ്ഞിനാൽ മൂടിപ്പോയിട്ടുണ്ടാവും. ഇത് മുഴുവൻ ക്ലിയർ ചെയ്യണം. വലിയ കൈക്കോട്ട് കൊണ്ടുവന്ന്, മഞ്ഞ് മാറ്റുന്ന ഷവൽ കൊണ്ടുവന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. വീടിൻ്റെ മുന്നിലൂടെയുള്ള ഫുട്പാത്ത് അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. മറ്റുള്ള മനുഷ്യർ നടന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ നമ്മളിറങ്ങി ആ മഞ്ഞെല്ലാം മാറ്റണം. അതുകൂടാതെ തന്നെ വീടിൻ്റെ മേൽക്കൂരയിൽ ചിലപ്പോൾ വലിയ കനത്തിൽ മഞ്ഞുണ്ടാവും. അതങ്ങനെ നിന്നാൽ ചിലപ്പോൾ മേൽക്കൂര തന്നെ തകർന്ന് താഴെ വീഴാവുന്ന സ്ഥിതിയിലേക്ക് എത്തും. പലയിടത്തും അത് ഒഴുകിപ്പോകാവുന്ന രീതിയിലാണ് മേൽക്കൂര പണിയുന്നത്. കാരണം അവിടുത്തെ സ്ഥിരം പ്രതിഭാസമാണല്ലോ ഇത്. എങ്കിൽ പോലും ചിലപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് ഇതിനെ വടിച്ച് താഴെ ഇറക്കേണ്ടി വരും. വണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കുക, വണ്ടിയുടെ പുറത്തുള്ള ഐസ് ഒന്ന് മാറ്റുക എന്നുള്ളത് പലപ്പോഴും ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ ജോലിയാണ്. അപ്പോൾ അതിരാവിലെ ഉണർന്ന് നല്ലൊരു ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വഴിയിലോട്ടിറങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ സർക്കാരിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അല്ലെങ്കിൽ റോഡ് വകുപ്പിൻ്റെ ഒക്കെ ജോലി അപ്പോഴാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഹൈവേകളും മറ്റ് പാതകളും ഒക്കെ ഈ ഐസ് മൂടിയിട്ടുണ്ടാവും. അപ്പം വലിയ ബുൾഡോസറുകൾ മുമ്പേ പോകും മഞ്ഞ് മാറ്റാൻ വേണ്ടി. ഇത് വകഞ്ഞ് മാറ്റി രണ്ട് സൈഡിലേക്ക് മാറ്റിയിടും. പിന്നെ ഓടുന്ന വണ്ടികൾ തെന്നിപ്പോവും. അപ്പോൾ അത് തെന്നാതിരിക്കാൻ വേണ്ടി ചില രാജ്യങ്ങളിൽ മണലാവിരിക്കുന്നത്. മുർമാൻസ്കിൽ നിന്ന് ടെർബർഗയിലേക്ക് ഇന്നലെ പോകുമ്പം വഴിയിൽ റോഡിൽ മുഴുവൻ മണൽ ചരൽ വെതറിയിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അത് ചിലവ് ചുരുങ്ങിയ ഒരു രീതിയാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ മണൽ ചരൽ വെതറണമെങ്കിൽ നൂറുകണക്കിന് കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ലക്ഷക്കണക്കിന് കിലോമീറ്ററിൽ വാഹനം ഓടുന്നിടത്തൊക്കെ മണൽ വെതറുക എന്ന് പറയുന്നത് എത്ര വലിയ അധ്വാനമെന്ന് ചിന്തിച്ച്. ഈ മണൽ വെതറിയില്ലെങ്കിൽ വണ്ടി സ്കിഡാവും. അങ്ങനെ ഈ നോർത്ത് പോളിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ഈ മണൽ വെതറും. ചില രാജ്യങ്ങളിൽ ഉപ്പാണ് വെതറുക. ഉപ്പ് വെതറിയാൽ ഐസ് പെട്ടെന്ന് മെൽറ്റായി അല്ലെങ്കിൽ ഈ സ്കിഡ് ചെയ്യാതെ വണ്ടി ഓടുമെന്നാണ് പറയുന്നത്. കൂടാതെ വാഹനങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. അതിനകത്ത് ചങ്ങല കൊണ്ടുള്ള ഒരു കവചം ഈ ടയറിന് കൊടുക്കണം. ചിലയിടത്ത് ടയർ തന്നെ മാറിയിടണം. സ്കിഡ് ചെയ്യലാത്ത, തെന്നിപ്പോയില്ലാത്ത, ഐസിൽ പിടിച്ചു കയറാൻ കഴിയുന്ന ടയർ മാറ്റണം. അപ്പോൾ നമ്മളൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ മഞ്ഞുകാലത്ത് എന്തെല്ലാം ജോലി കൂടുതലായിട്ട് ചെയ്യണമെന്നറിയോ? മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരുടെ ആരോഗ്യം തന്നെ പ്രശ്നത്തിലാവും. ഓരോ ദിവസവും ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആളുകൾ അവിടെയൊക്കെ വെതർ പരിശോധിക്കും, കാലാവസ്ഥ എന്താണെന്ന് പരിശോധിക്കും. ഇന്ന് എത്രയാണ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം ഇറങ്ങാൻ. ചിലപ്പോൾ രാവിലെ അതിഭയങ്കരമായ തണുപ്പായിരിക്കും, ഉച്ചയാകുമ്പോഴത്തേക്കും കാലാവസ്ഥയൊന്നും മെച്ചമാകും. അപ്പം നമ്മൾ ധരിച്ചുകൊണ്ട് പോയ വസ്ത്രം ധരിച്ച് ഒരു ഓഫീസിലിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം വേർത്ത് കുളിക്കും. അപ്പം പല ലെയറുകളായിട്ടാണ് വസ്ത്രം ധരിക്കുക. ചില ലെയറുകൾ നമ്മൾ ഊരി മാറ്റും. ചില ദിവസങ്ങളിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വിൻഡുണ്ടാകും, കാറ്റുണ്ടാകും. അപ്പം -1 ആണ് കാലാവസ്ഥയെങ്കിൽ വിൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു -5 വരെയൊക്കെ ഫീൽ ചെയ്യും. അതിഭയങ്കരമായ തണുപ്പ് ഫീൽ ചെയ്യും. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തണുപ്പ് കാലത്ത് പെട്ടെന്ന് ജലദോഷം പിടിക്കും. പെട്ടെന്ന് തണുപ്പ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പിടിക്കും. ഈ ജലദോഷം പിടിച്ചാൽ ആദ്യം സംഭവിക്കുന്നതെന്നറിയാമല്ലോ, തുമ്മാൻ തുടങ്ങും, മൂക്കൊലിപ്പ് തുടങ്ങും ചെറുതായിട്ട്. പിന്നെ അത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ തൊണ്ടയിൽ ഇറിറ്റേഷൻ തുടങ്ങും. അവിടെ കൊണ്ടും പ്രശ്നം നിൽക്കുന്നില്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് അത് ഇറങ്ങും. ശ്വാസകോശത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീവ്രമായ ചുമയാവും, കഫക്കെട്ടാവും. പിന്നെ അവിടെയും അത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ന്യൂമോണിയായി മാറും, പനിയാകും. പിന്നെ പ്രായമായ ആളുകളാണെങ്കിൽ പലരും മരണത്തിലാണ് എത്തിപ്പെടുക. അപ്പം ഈ വിൻ്റർ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രായമായ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമായുള്ള ആളുകൾക്ക് വളരെ അപകടകരമായ സീസണാണ്. ഒരു തണുപ്പ് കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും കാഠിന്യം നിറഞ്ഞൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ വെയിൽ കണ്ട് തുടങ്ങുന്ന സമ്മർ തുടങ്ങുമ്പോഴത്തേക്കും അവരാഘോഷിക്കുന്നതിൻ്റെ കാര്യം എന്ന് അറിയുമോ? വലിയ ഒരു ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞിട്ട് അവരൊരു നല്ല കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഓണക്കാലമൊക്കെ നമുക്ക് ആഘോഷിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ കഠിനമായ തണുപ്പിൻ്റെ ഈ തീവ്രമായ പ്രശ്നങ്ങളിൽ നിന്ന് വെളിച്ചമുള്ള, വെയിലുള്ള, കാലാവസ്ഥ മെച്ചമായ, പുറത്തിറങ്ങി നല്ല ചൂടനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് മാറുമ്പോൾ അവർ ആഘോഷങ്ങളുടെ ഒരു കാലമാക്കി അതിനെ മാറ്റും. അങ്ങനെയാണ് പല ഫെസ്റ്റിവലുകൾ ആ നാടുകളിലൊക്കെ നടക്കുന്നത്.
ജനം അവിടുന്ന് പുറത്തിറങ്ങി അങ്ങ് ആഘോഷിക്കുക. പിന്നെ അവർ ഇതുവരെ ധരിച്ചിരുന്ന പല ലെയറുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്പവസ്ത്രധാരികളായി പുൽമേടുകളിലും പാർക്കുകളിലൊക്കെ മലർന്നു കിടക്കുന്ന കാഴ്ച പിന്നെ കാണുന്നത്. നേരെ ബീച്ചുകളിലേക്ക് പോകും. പലരും അല്പവസ്ത്രമായിട്ടും തീരെ വസ്ത്രമില്ലാതെയൊക്കെ ബീച്ചിൽ വെയിലിനെ ആഘോഷമാക്കും. സൂര്യനുമായിട്ടൊരു പ്രണയത്തിലാവും. സൺബാത്ത് എന്ന് പറഞ്ഞ വിനോദത്തിലേക്ക് ഏർപ്പെടും. അവരുടെ ആ വെയിലിനോടുള്ള സൂര്യനോടുള്ള ആർത്തി കൊണ്ടാണ് നമ്മുടെ ബീച്ചുകളിലൊക്കെ വന്നിട്ട് ബിക്കിനിയൊക്കെ ഇട്ട് വളർന്നു കിടക്കുന്നത്. അവരതുവരെ അനുഭവിച്ച ഭീകരമായ തണുപ്പിൻ്റെ തീവ്രത അറിയാത്തവരാണ് ഇവിടെ വന്ന് സായിപ്പിൻ്റെ സാംസ്കാരിക ച്യുതിയെക്കുറിച്ച് അല്ലെങ്കിൽ ബീച്ചിൽ വന്ന് നഗ്നനായി കിടക്കുന്ന എന്ത് അസംബന്ധമാണെന്ന് നമ്മൾ വിസ്തരിക്കുന്നത്. അവിടെ പോയി ഒരു മാസം ഈ കഠിനമായ തണുപ്പിൽ ജീവിച്ചവന് മനസ്സിലാകും വെയിൽ കൊള്ളേണ്ടതിൻ്റെ ഒരു ആവശ്യം. മാത്രമല്ല, ഈ കഠിനമായ തണുപ്പിൽ ജീവിക്കുന്ന വെയിൽ കൊള്ളാതെ വെയിലില്ലാത്ത മാസങ്ങളോളം കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് അവരുടെ വലിയൊരു പ്രശ്നമാകും. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ സൂര്യപ്രകാശം കൊള്ളണം. അത് പരമാവധി ശരീരത്തിൽ കാശ് മുടക്കി ഒരു രാജ്യത്തേക്ക് 3-4 ദിവസത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വരുന്നെങ്കിൽ ആ 3-4 ദിവസം കൊണ്ട് പരമാവധി വെയിൽ ശരീരത്തിൻ്റെ പരമാവധി ഏരിയയിൽ കൊള്ളിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യവും കൂടിയാണ്. അതുകൊണ്ടാണ് അവർ പരമാവധി നഗ്നരായിട്ട് ഈ ബീച്ചുകളിൽ വെയിൽ കൊള്ളാൻ കിടക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് കേരളം ലോകത്തിലെ ഏറ്റവും സുഖകരമായി ജീവിക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഒരു ടീഷർട്ടും ഒരു നിക്കറും ഉണ്ടെങ്കിൽ, ഒരു ബെർമുഡയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും കഴിഞ്ഞു പോകാം.